നമസ്കാരം. മറയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ പരിസ്ഥിതി ദിനം ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ അവാർഡ് വിതരണം, വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം, പച്ചക്കറി തൈ വിതരണം എന്നിവ നടത്തി. മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്ന് മറയൂര് എന്ന് പറയുന്നത് ഒരു കാലഘട്ടങ്ങളിൽ പട്ട് വിരിച്ചതുപോലെ നെൽവയലുകളും അതിനുശേഷം കരിമ്പും പാടങ്ങളായി വഴിമാറി ഇന്ന് കോൺക്രീറ്റ് സൗധങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു മാറ്റം, കാലാവസ്ഥ വ്യതിയാനമൊക്കെ നമ്മുടെ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. മഴ യഥാസമയം ലഭിക്കാതെ വരുന്നു, അല്ലെങ്കിൽ മഴ ലഭിച്ചു കഴിഞ്ഞാൽ ആ മഴ മറ്റേ കൃഷിക്കും മറ്റ് ജീവിത സാഹചര്യങ്ങൾക്ക് ദോഷമായി അനുഭവിച്ചു വരുന്നു. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഏവരും ജീവിച്ചു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി അവശേഷിക്കുന്ന മണ്ണും പരിസ്ഥിതിയും സംരക്ഷിക്കേണ്ടതായ ഉത്തരവാദിത്വവും ബാധ്യതയും നമ്മൾ കൊണ്ടുവന്ന തിരിച്ചറിവോടുകൂടി മാത്രമേ നമ്മൾ ഭൂമിയിലേക്കുള്ള ആ പ്രവർത്തനവുമായി നമുക്ക് മുന്നോട്ട് പോകാവുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മള് 5 സെന്റ് സ്ഥലമുള്ള ഒരു വ്യക്തി ഒരു വീട് പണിയുകയാണെങ്കിൽ ആ വീട് ഒരു 1.5-2 സെന്റിൽ ഒതുങ്ങിയാണെങ്കിൽ ബാക്കി വരുന്ന മുഴുവൻ സ്ഥലങ്ങളിലും കോൺക്രീറ്റ് ചെയ്ത് മറ്റുള്ള ആ മഴ പെയ്യുന്ന ജലം ഭൂമിയിലേക്ക് ഒഴുകി ഇറങ്ങാനുള്ള സാഹചര്യം പോലും ഇല്ലാതെ കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് നമ്മുടെ പരിസരമൊക്കെ വളരെ വൃത്തിയായി കിടക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളുടെ വീടിന്റെ തൊടിയിലോ അല്ലെങ്കിൽ പരിസരത്തോ ഒരു മരം നട്ടു വളർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പം നമുക്ക് ആവശ്യമായ വായുവും അല്ലെങ്കിൽ വെള്ളവും ഒക്കെ ലഭിക്കണമെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതായ സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ പരിസ്ഥിതി ദിനത്തിലാണെങ്കിൽ പോലും നമ്മൾക്ക് കഴിയുന്ന ഒരു മരമേലും നമ്മളുടെ പരിസരത്തും വീടിന്റെ കോമ്പൗണ്ടിലും വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുവാൻ ഒരു മരം വളർന്നു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല, നമ്മളുടെ തൊട്ട് അടുത്ത് താമസിക്കുന്നവർക്കും നമ്മുടെ നാടിനും ഒക്കെ ഗുണകരമാകുന്ന രീതിയിലാണ് ഒരു മരത്തിൽ നിന്നും ലഭിക്കുന്ന വായുവും അല്ലെങ്കിൽ തണലും ഒക്കെ. ആ തണലും വായുവും മറ്റുള്ളവർ കൂടി അവകാശപ്പെട്ടതാണുള്ള ഒരു യാഥാർത്ഥ്യ ബോധ്യം മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് ആ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഏറ്റെടുക്കാം. ബാങ്ക് പ്രസിഡന്റ് ആൻസി ആന്റണി അധ്യക്ഷത വഹിച്ചു. ഈ പരിസ്ഥിതി ദിനം ലോകവ്യാപകമായി ആചരിക്കപ്പെടുന്നത് 1973 മുതലാണ്. അന്നു മുതൽ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം, പരിസ്ഥിതി സംരക്ഷണമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറയ്ക്ക് നിലനിൽക്കുള്ളൂ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വർഷാവർഷം ഈ ദിനം ആചരിക്കുന്നത്. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KP രാജൻ, ഉഷ ഹെൻറി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC ജോസ് തുടങ്ങിയവർ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വിവിധ സംഘടനാ നേതാക്കൾ, പൊതുപ്രവർത്തകർ എന്നിവർ ഉൾപ്പെടെ പ്രമുഖർ പരിപാടിയിൽ പങ്കാളികളായി. ബാങ്ക് സെക്രട്ടറി ജോർജ് കുഞ്ഞപ്പൻ സ്വാഗതവും ഭരണസമിതി അംഗം പ്രമീള വെങ്കടേഷ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.